നമ്മൾ ഈ പുതിയ ചാനലിൽ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഈ ചാനലിൽ ഒരു വ്ളോഗ് ഇടാമെന്ന്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് സപ്പോർട്ടാക്കുക. സബ്സ്ക്രൈബ് ആക്കാത്ത ആൾ സബ്സ്ക്രൈബ് ആക്കണം. അതിൻ്റെ തൊട്ടടുത്തില്ല ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ഓൾ എനേബിൾ ആക്കിയിട്ട് സപ്പോർട്ടാക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ലൈക്കാക്കാനും കമൻ്റ് ആക്കാനും മറക്കണ്ടാവുക. എല്ലാവരും ഒന്ന് ലൈക്കും കമൻ്റൊക്കെ ആക്കിയിട്ട് സപ്പോർട്ടാക്കി എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളതില്ല രാത്രിയിൽ ആണ്. പിന്നെ രാത്രിയിൽ വെച്ചെങ്കിൽ ഒരു 7:30 മണി 8 മണീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളെല്ലാം കവാനുണ്ടായിന്. മക്കൾ സ്കൂളിൽ നിന്ന് ഫുഡ് ഉണ്ടായി, ടിഫിനും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അതെല്ലാം കയറ്റി വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. എന്താ വെച്ചെങ്കിൽ ഇന്ന് രാത്രിയൊക്കെ ഫുഡൊക്കെ റെഡി ആക്കണോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ വേഗം പാത്രമെല്ലാം കയറ്റെടുക്കുന്നുണ്ടാവുക. പാത്രം എന്ന് വെച്ചെങ്കിൽ കുറേ ഒന്നുമില്ലപ്പോൾ, കുറച്ച് തന്നെ ഉള്ളത്. അത് മക്കൾ സ്കൂളിൽ കൊണ്ടുപോയി പാത്രം ഞാൻ വൈകുന്നേരം കയറ്റുണ്ടായിട്ടാ ടിഫിനൊന്നും. അപ്പോൾ അതെല്ലാം ഈ കയറ്റ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് ബാക്കി കാര്യമെല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് പിന്നെ ഈ ഫുഡും കാര്യമെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സിങ്കിൻ്റെ ഉള്ളിലൊന്ന് പാത്രവും അതിലൊന്ന് കണ്ടുകൂടാ ഞങ്ങൾക്ക്, ഈ കൗണ്ടർ ടോപ്പിലൊന്നും. അപ്പോൾ അതൊന്നും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പണിയെടുത്തതേ നേരമാവില്ല. അപ്പോൾ ഞാൻ ബിയ്യോ അങ്ങനത്തെ പണിയെല്ലാം ബിയ്യോ ഒരുക്കിയിട്ടായിട്ട് ഫുഡും കാര്യമെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താ പറയുന്ന മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിച്ച പ്ലേറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം മക്കൾ സ്കൂളിൽ വന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ കിച്ചണിലോട്ടൊക്കെ പോയിട്ടുണ്ടായിട്ടാ. ചെറിയൊരു പനി പോലെല്ലാം ഉണ്ടായി. അങ്ങനെ ഞാൻ കിച്ചണിലോട്ടൊക്കെ പോയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളെ കണ്ണ് അങ്ങ് ഇങ്ങ് തപ്പിയെങ്കിലേ മൊത്തത്തിൽ കിച്ചണ് കൊളായിട്ടുണ്ടാവും. ഈ പിള്ളേർ സ്കൂളിൽ നിന്നെല്ലാം വന്നെങ്കിലേ ഭയങ്കര കച്ചറാക്കലാണ്. എനിക്ക് കിച്ചണിൽ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഞാനെപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം എനിക്ക് കൗണ്ടർ ടോപ്പിലൊന്നും ഒരു ഈ പാത്രങ്ങളോ എന്തും എനിക്ക് കാണാനേ കഴിയില്ല. പക്ഷേ അമ്മ ഒന്ന് കിടന്ന് പോയെങ്കിലില്ലേ കിച്ചൻ്റെ ഒരു അവസ്ഥ തന്നെ ഇപ്പം. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണെന്നറിയില്ല. അപ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെയാണ്. എൻ്റെ മക്കൾ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കട്ടാക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും, അങ്ങനെ കച്ചറാക്കിയിട്ടുണ്ടാവും. ഞാൻ എന്ന് വെച്ചെങ്കിൽ നോക്കിയിട്ട് അതെല്ലാം ക്ലീൻ ആക്കിയിട്ടെടുക്കും. എടുക്കലില്ല എന്നല്ലപ്പാ, ഓരോ സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിച്ച പ്ലേറ്റ് ഉണ്ടാകുന്നില്ല, ചോറ് കഴിച്ച പ്ലേറ്റെല്ലാം കയറ്റി വെക്കും. ടിഫിനെല്ലാം ഞാൻ കയറ്റി വെക്കലാണ്. പിന്നെയെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഞാൻ കിച്ചണിൽ നല്ലോണം എന്താ പറയുന്ന പാത്രം കവുന്ന അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ സ്കൂൾ ലീവ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കലില്ല. എന്താ പറയുന്നത്, മൂത്ത 2 ആൾ എനിക്ക് കുറച്ച് സ്കൂൾ ലീവ് ഉണ്ടെങ്കിലൊക്കെ സഹായിച്ചിട്ടൊക്കെ തരാറുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ അടിച്ചിട്ട് തുടച്ചിട്ടൊക്കെ തരും. പിന്നെ തുണിയൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് വെക്കാൻ അങ്ങനെയെല്ലാം സഹായിക്കലുണ്ട്. പിന്നെ 2 ചെറിയ കുട്ടികളല്ലേ, ഓർത്ത് എന്താ വെച്ചെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നതിലെല്ലാം ഞാൻ തന്നെയാണ് ടിഫിനും കാര്യമെല്ലാം കൈയിട്ട് വെക്കലും. പിന്നെ വെച്ചെങ്കിൽ ഫുഡ് കഴിച്ച പാത്രം ഉണ്ടാകുന്നില്ലേ, അപ്പോൾ അതെല്ലാം ഞാൻ തന്നെയാണ് കൗവല്. അപ്പോൾ അതെല്ലാം പൊട്ടിപ്പോൾ. പിന്നെ അല്ലേ ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് എന്താ പറയുന്ന ഒരു പാട്ടയില്ലേ അതിൽ നിറച്ചും ബസ്മതി റൈസ് എടുത്തിട്ട് കഴുകിയിട്ട് പുതിർത്തിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ 1 മണിക്കൂർ വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ചോറുണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല പോലെ അതിൻ്റെ കഞ്ഞിയെല്ലാം പോകുന്നവരെ ഞാൻ നല്ല പോലെ ഇങ്ങനെ തിരുമ്പിയിട്ട് കഴിഞ്ഞ് എന്നിട്ട് നിറച്ച് വെള്ളം കൂട്ടിയിട്ട് അവിടെ മൂടിയിട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് എന്തും ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കുന്നില്ല. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിനാവാ. അപ്പോൾ അത് നല്ലപോലെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ടില്ലേ കട്ടാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായത് നല്ല കട്ട പോലെ ഉണ്ടായി. അങ്ങനെ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് അലിയുമ്പോൾ നമുക്ക് ഈ പരിപാടിയെല്ലാം കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഇതെല്ലാം മൊത്തത്തിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുന്നതാണ്. പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് എടുക്കുന്നില്ല. ഇതിലേക്ക് എടുക്കുന്നത് വെച്ചെങ്കിൽ ഒരു കഷ്ണം ക്യാപ്സിക്കവും ഒരു ചെറുനാരങ്ങൻ്റെ പകുതി അതും എടുത്തിന്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അത്ര ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് മസാലയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്കില്ല ഒരു എന്താ പറയുന്ന എൻ്റെ സ്റ്റൈലിലുള്ള ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 പച്ചമുളകില്ലേ അത് നടുക കീറിയിട്ടിടണം.
അപ്പം ഞാൻ ഇതിലൊന്ന് തന്നെ ഇട്ടിട്ടുണ്ടായി. അപ്പം എരിവ് തേഞ്ഞിട്ടുണ്ടായിട്ടാ അങ്ങനെ ഞാൻ അതിലെ അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ഒരെണ്ണം. അപ്പോൾ അത് വലിയൊരു തക്കാളി എടുത്തിന് അത് ഇങ്ങനെ നല്ലപോലെ കഷ്ണാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്നി എന്ന് വെച്ചെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയ ചട്നിയാണെങ്കിലും എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ മന്തിക്കെല്ലാം ഉണ്ടാക്കുന്നില്ലേ അങ്ങനത്തെ ഫ്ലേവറിലല്ല, വേറൊരു ഫ്ലേവറിൽ. പിന്നെ അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിന്. പിന്നെ ഒരു ഫുള്ളും ചെറുനാരങ്ങൻ്റെ നീരില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വിത്ത് വീഴാതെ നോക്കണം, വിത്ത് വീണം കഴിച്ചു പോവും. എന്നിട്ട് നല്ലപോലെ പിഞ്ഞെടുത്തിട്ടായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടില്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് തരണം. വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നല്ലപോലെ ഫൈനായിട്ടില്ല അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരി ഇങ്ങനെ തിക്കിൽ വേണോ അരിയാൻ നോക്കിയേ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുത്തിന്. അപ്പോൾ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ നേരത്തെ 1 മണിക്കൂർ പുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടേ ബസ്മതി അരി ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ലേപ്പാ വെള്ളം വെച്ചിന് അടുപ്പത്ത്. ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിന്. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ അരി ഊറ്റിയിട്ടെടുക്കുന്നതാണ്. അപ്പോൾ അരിയെല്ലാം നല്ലപോലെ വെള്ളം ഊറ്റിയിട്ട് ഞാൻ ഈ വെള്ളം തിളക്കുന്ന നേരമാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയല്ലോ. ഇതെല്ലാവരും ചെയ്യുന്ന നമുക്ക് തന്നെ നമ്മൾ എന്താ പറയുക മന്തിക്കെല്ലാം ഊറ്റിയിട്ടെടുക്കുന്നില്ല, അങ്ങനെ ഊറ്റിയിട്ടെടുക്കുന്നത്. പിന്നെ വെച്ചെങ്കിൽ ഇതില്ല ഞാൻ ഒരു 70% മാത്രമേ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം അലിഞ്ഞിട്ട് നല്ല പോലെ കയറ്റി വന്നിന്. ഇനി അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിന്. കുക്കറിൽ തന്നെ ഇത് ചെയ്യണോ. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ വെച്ച ഇഞ്ചിയും ക്യാപ്സിക്കവും അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കില്ല കുറച്ച് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നത്, ഒരു 1 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി. പിന്നെ വെച്ചെങ്കിൽ ഇതിലേക്ക് കുറച്ചോ ഇടി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ റൈസിൽ ഇങ്ങനെ കുരുമുളക് കടിക്കുന്ന അങ്ങനെ ഇട്ട് കൊടുത്തേ. അപ്പോൾ ബാണം ഇട്ട് കൊടുത്താൽ മതിയാവാം. ഞാൻ എനിക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ചോ പട്ടയില്ലെങ്കിൽ കുറച്ചൊരു 3 ഇതില്ലേ പട്ട. ഇപ്പം ഞാൻ ഇട്ടത്ര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ടിന് കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്നിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ പൊടിയും ക്യാപ്സിക്കെല്ലാം മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇല്ല ഓയിലൊന്നും കൂട്ടി കൊടുത്തിട്ടാ എണ്ണൊന്നും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പിലെ ഓയിൽ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായെങ്കിലും പ്രശ്നമില്ലപ്പാ, സൺഫ്ലവർ ഓയിലായെങ്കിലും മോശമില്ല, പാം ഓയിലായെങ്കിലും പ്രശ്നമില്ലപ്പാ. ഞാനിപ്പോൾ ഇവിടെ പാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിനെ. എന്നിട്ടായിട്ട് ഇതിലേക്ക് വെറുതെ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം മന്തീൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുത്തിന്. ഇല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ മസാല പൗഡർ ബിരിയാണി മസാല പൗഡർ എന്തിട്ട് കൊടുത്തെങ്കിലാവും. ഞാനിപ്പോൾ ഇതിലേക്ക് മന്തി മസാല പൗഡർ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഉപ്പ് നോക്കണോ തേഞ്ഞിട്ടാങ്കിൽ കുറച്ചോ ഇട്ട് കൊടുത്തോ. എന്നിട്ട് കുറച്ച് നേരം അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എന്താ പറയുന്ന നേരത്തെ വേവിക്കാൻ വെച്ച ബസ്മതി അരിയില്ല, അപ്പോൾ അത് നല്ല പോലെ വെന്ത് വന്നിന്. ഇനി ഞാൻ ഈ കുക്കറിൻ്റെ മുകളിലേക്ക് തന്നെ ഈ 70% വെന്ത ബസ്മതി അരിയില്ല ഊറ്റിയത് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിനവ. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ നിരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പച്ചക്കറിനെ ഇട്ടിട്ടാണുള്ളത് കുക്കറിൽ. എന്നിട്ടായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 2 പച്ചമുളക് ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കുക. മന്തിക്ക് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ മന്തിയല്ല ഇത് മന്തീൻ്റെ വേറൊരു ഫ്ലേവറിലുള്ള റൈസ് മന്തിയല്ല. നമുക്ക് ചിക്കൻ മസാല പൗഡർ വെച്ചിട്ടും ചെയ്യാം. എന്നിട്ട് കുറച്ചിൻ്റെ മേലേക്ക് ഓയിലും കൂട്ടിയിട്ട് അടിച്ച് വെച്ചിട്ടില്ല ഒരു വിസിൽ വരും വരെ ഇല്ല ഇത് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരണം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടാകുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കുക്കർ ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പണി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടുപ്പത്ത് കയറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫുള്ള് കിച്ചണെല്ലാം ക്ലീൻ ആക്കും. എന്നിട്ടായിട്ട് ബാക്കി പണി എടുക്കലാണ്. അപ്പോൾ നമ്മൾ കുക്കർ ഒരു വിസിൽ കൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കില്ല ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ നേരത്തെ റൈസ് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ
ഇത് തട്ടി കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ചിക്കന് നല്ല ബന്ധിന് റൈസിൽ നല്ല മസാല എല്ലാം പിടിച്ചിന്. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ റൈസ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഒരു വേറെ പാത്രത്തിലേക്ക് ആദ്യം മാറ്റിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മസാല എല്ലാം കൂടിയിട്ട് റൈസിലേക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ എന്നിട്ടായിട്ട് ഈ റൈസ് ഇട്ടിട്ട് അതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് വിളമ്പിട്ടാകുമ്പോൾ നമ്മളെ റൈസ് റെഡിയാവും. അപ്പോൾ ഈ വീഡിയോയിലെ നിങ്ങൾക്ക് ഇഷ്ടമായിനെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ആക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കുക. പിന്നെ ഞാൻ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഇട്ടിട്ടുള്ളത്. എല്ലാവരും സപ്പോർട്ട് ആക്കിയത്, ലൈക്ക് ആക്കിയത്, ഷെയർ ആക്കിയത്, കമൻ്റ് ആക്കിയത്. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത്താണ്. അപ്പോൾ വൈൻഡപ്പ് ആക്കുന്നവാ. അപ്പോൾ നാളെ കാണാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.